വെട്ടിയ ബോഗൺവില്ല ഇപ്പം നല്ല പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പക്ഷേ ഇത്ര ഭംഗിയാവുമെന്ന് ഓർത്തില്ല. ഞാൻ വെറുതെ പൂവൊക്കെ വെട്ടിക്കളഞ്ഞാണ്, പഴയ പൂവൊക്കെ. പക്ഷെ ഇപ്പം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാ ഇതിമ്മ മാത്രം പൂവിട്ട് വന്നിട്ടില്ല. ഇതിന് പൂവിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ബോഗൺവില്ലൊന്ന് വെട്ടി നിർത്തിയാൽ മതി നമ്മ. മുളക് തൈ നടാൻ പോവാണെന്ന് കുറച്ച് വിവിധതരം മുളക് തൈയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതൊരു ടൈപ്പാണ്. ഒരു ടൈപ്പ് കാന്താരി ഉണ്ട്, പിന്നെ ഉണ്ടമുളകുണ്ട്, പിന്നെ ഇതതിൻ്റെ ബാക്കിയാണ്. പിന്നെ ഒരു ജ്വാല എന്ന് പറഞ്ഞൊരു മുളകുണ്ട്. ഇതും വേറൊരു വെള്ളക്കാന്താരി എന്ന് പറഞ്ഞു. ഒരെണ്ണം ആദ്യം കാണിച്ചത് നാടൻ കാന്താരിയാണ്. പിന്നെ ക്യാപ്സിക്കം ഉണ്ട്. അങ്ങനെ മുളകിൻ്റെ ഇനങ്ങളാണ്. പിന്നെ 2 വെണ്ടയും വാങ്ങിച്ചിട്ടുണ്ട്. ഒരു സാധാ വെണ്ടയും 3 എണ്ണം ഉണ്ടത്. പിന്നെ ആനവെണ്ട എന്ന് പറഞ്ഞു, അതൊന്നും ചെയ്ത് നോക്കാൻ ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഇന്ന് നടാനുള്ള പരിപാടിയിലാണ്. ഇതിനിടയ്ക്ക് കുറച്ച് പഴുത്ത മുളക് കിട്ടി, അപ്പോൾ അത് പറിക്കാൻ പോയി. ഒരു കുയിൽ വന്നതിനിടയ്ക്ക് അതിനെ കാക്ക ഓടിച്ചിടാൻ പോണു, ഓടിച്ച് ഉപദ്രവിക്കുകയാണ്. ഒരു കുയിലാണ് ഇരിക്കണം. 2 കുയിലുകളുണ്ട്, 2 കുയിലുകൾ. ഒരു കോവക്ക പഴുത്തത് തിന്നാൻ വന്നിരിക്കുന്നു. അപ്പോൾ കാക്കക്ക് ഇഷ്ടപ്പെടണില്ല, കാക്ക അതിനെ ഉപദ്രവിക്കും. കുയിൽ പോണില്ല, പക്ഷേ കുയിലും മല്ലടിച്ച് നിൽക്കുന്നുണ്ട്. കാക്ക സമ്മതിക്കണില്ല. പക്ഷേ നമുക്കത് നോക്കുന്ന സമയം പോകും. പുഴയെടുത്ത് വെച്ചിരുന്ന നമ്മുടെ പഴയതൊക്കെ ഞാൻ നിങ്ങൾ എടുത്തുകൊണ്ട് വന്നു. പഴയ വഴുതനങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ചട്ടിയിലോട്ട്, ഈ ചട്ടിയൊക്കെ ഒന്ന് മണ്ണും വളമൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇളക്കിയിട്ട് ഇതിലോട്ട് ഈ മുളകും തൈയൊക്കെ നട്ടു കൊടുക്കാമെന്ന് ഓർത്താണ്. ഇതൊക്കെ ഇനി അധികം ഉണ്ടാവില്ല. അത് 2-3 ഉണ്ടാവുന്നുണ്ട്. പിന്നെ അത് കളയാൻ പോവുകയാണ്. അപ്പം നേരത്തെ നിന്നിരുന്ന ഒരു മുളക് അതിൽ നിന്ന് കളയാൻ കഴിയില്ല, കാരണം വേറെ സ്ഥലത്തോട്ട് കുഴിച്ചിടാന്നാണ് പറയണം. അപ്പോൾ അതിനുള്ള പരിശ്രമത്തിലാണ്. എന്തായാലും അത്രയും പിടിച്ച് നിൽക്കണമല്ലേ, മുരടിച്ച് നിൽക്കുകയായിരുന്നു. എന്നാലും നമുക്ക് പുതിയൊരു സ്ഥലത്തേക്ക് ചട്ടിയിൽ നിന്ന് മാറ്റേണ്ട, ചട്ടിയിൽ പുതിയത് നടാൻ വേണ്ടിയാണ്. അപ്പോൾ അടുത്തതും പൊക്കിയിട്ടുണ്ട് ആൾ. ഇപ്പോൾ കിച്ചൺ വേസ്റ്റിൻ്റെ വളമിൻ്റെ മാത്രം ഇട്ടോളൂ കേട്ടോ. അതിൻ്റെ അടുത്ത് വെള്ളം കൊടുത്ത് പിടിക്കട്ടെ, കാരണം അത് കളയണ്ടല്ലോ എന്നെഴുതിയാണ്. എവിടെയും മണ്ണുള്ളൂ നന്നായിട്ടേ. കുറച്ച് പുല്ലൊക്കെ ഉണ്ട്, അതിനിടയ്ക്കാണ് വെച്ചാണ്, വാഴയുടെ അടുത്താണ്. അടുത്തതിനുള്ള കുഴി എടുക്കുകയാണ്, അടുത്ത മുളക്. അതെന്താണ് വേറെ നടണ ചെറുത്? ആ മുളകിനിട്ട് ചീര. ഓക്കെ, മുളക് മാത്രമല്ല ചീരയും ഉണ്ടല്ലേ. അത് പുതിയത് നടാനാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പഴയ കൈ മാറ്റിയത് അവിടെ നടാനെടുത്തിട്ട് നേരം പോയി. അപ്പോൾ പുതിയതിനുള്ള ഫൗണ്ടേഷൻ ഇടുകയാണ്. ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യണ ഉണക്ക ഇലകളാണ് ആദ്യം ഇട്ടത്. ഇനി മണ്ണിടണം. മണ്ണിൽ വളം മിക്സ് ചെയ്യണം അല്ലേ. മണ്ണിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതെ നമ്മളുടെ വളമുണ്ട്. വളം എന്ന് വെച്ചാൽ കിച്ചൺ വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കിയ വളം. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ആയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വേറെ വളം കൊടുത്താൽ മതി. ഈ വളം എന്തായാലും നല്ല വളമാണ് കേട്ടത്. ഇത് കിച്ചൺ വേസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടണതേ നല്ല ഒരു പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ വേസ്റ്റ് നിർമ്മാർജ്ജനമാവും, നമുക്കത് ചെടികൾക്ക് വളമായിട്ട് കൊടുക്കുകയും ചെയ്യാം. നല്ല കാര്യമാണത്. ഇട്ടോ, വളം ഇട്ടോ. അപ്പോൾ ഇതിൽ ഇത് മാത്രമല്ല നമ്മൾ ഇടണം. മീനിൻ്റെ
ചെമ്മീൻ്റെ പൊടി, ചെമ്മീന്തി വളം ഉണ്ടല്ലോ മത്സ്യത്തിൻ്റെ, കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞാണത്. അപ്പോൾ അത് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ മുട്ടത്തോട് പൊടിച്ച് വെച്ചിട്ടുണ്ട്, മുട്ടത്തോട് ഉണക്കിയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഈ മണ്ണിൽ ഇത് കാൽസ്യത്തിൻ്റെ കുറവൊക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പം. അപ്പോൾ ആ പോരായികളൊക്കെ നികത്താനായിട്ട് അതൊക്കെ നല്ലതാണ്. അങ്ങനെ മുട്ടത്തോടിൻ്റെ പൊടിയൊന്നും, മുട്ടത്തോടൊന്നും കളയാതെ സൂക്ഷിച്ച് ഉണക്കി വെച്ചിട്ടേ പൊടിച്ചതാണത്. അപ്പോൾ അത് തീർന്നിട്ടില്ല, അതിപ്പോഴും ഉണ്ട്. മുട്ടത്തോട് ഇനി കുറച്ച് പൊടിക്കാനുണ്ട്. അതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ചെടികളെ കാണുമ്പോൾ കൂടെ ചേർക്കാവുന്ന നല്ലൊരു മിക്സറാണ് അത്. അത് മതി. ഇനി ചെമ്മീൻ്റെ വളമാണ്. ചെമ്മീൻ വളം എന്ന് വെച്ചാൽ മത്സ്യബന്ധത്തിൻ്റെ വളം. അതും കുഴപ്പമില്ലാന്നാണ്. ഇതിന് പച്ചക്കറിക്കൊക്കെ നല്ലതാണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. കുറച്ചിട്ട് അപ്പോൾ അത്യാവശ്യം വളമായി. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടികൾ നട്ടു തുടങ്ങാം. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഇപ്പോൾ കാണിക്കണുള്ളൂ. മണ്ണ് ഉണക്കായിരുന്നു, അപ്പോൾ അതൊന്ന് നനവാക്കണം. നനഞ്ഞതിലല്ലേ നടാൻ പറ്റുള്ളൂ. അപ്പോൾ കാന്താരിയുടെ ഒരെണ്ണമാണ് നടണത്. മുളക് ഇടക്കിടക്കാകുമ്പോൾ പുതിയ നടണോടി, എന്നാലേ നമുക്ക് മുളക് ആവശ്യത്തിന് കിട്ടുള്ളൂ അല്ലേ. ചിലത് മുരടിച്ചു പോണേ കുറച്ച് കഴിയുമ്പോൾ. ആദ്യത്തെ ഈൽഡ് പിന്നെ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇടക്കിടക്ക് പുതിയ തൈ നട്ടാൽ മതി. വേറെ യാത്ര ബുദ്ധിമുട്ട് വിചാരിച്ചിട്ട് കാര്യമില്ല. മുളക് നടൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ ആയിട്ടുണ്ട്, കഴിഞ്ഞിട്ടില്ല. കുറച്ച് പാത്രമുള്ളതിലൊക്കെ പാത്രത്തിൽ വേണം, അതിന് ശേഷം ബാക്കി ഗ്രോ ബാഗിൽ. നമ്മുടെ തൈകളൊക്കെ നട്ട് കഴിഞ്ഞിട്ടാണ്. ഇത് ഞാൻ 2 ദിവസമായിട്ടാണ് നട്ടത്. ഒറ്റ ദിവസമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് 10-20 തൈകളുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ബാക്കിയുള്ളതെല്ലാം കൂടി നട്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ഇട്ട് അടുത്ത ദിവസം കാണാം.